വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. നമ്മൾ മേപ്പാടിയിലാണ്. ഒരു വർഷം മുൻപ് സങ്കടങ്ങളുടെ മുഖങ്ങളിൽ നേരിയ പുഞ്ചിരി കാണുന്നുണ്ടെങ്കിൽ കൂടി ഉള്ളിൽ വലിയ ആശങ്കകൾ, വലിയ ചോദ്യങ്ങൾ, എന്താണ് മുന്നോട്ടുള്ള ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ട്. ബാക്കിയുള്ള സമയം കുറച്ച് പറഞ്ഞു. നമസ്കാരമുണ്ട്. നമ്മളിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാത്ത സർക്കാരിന്റെ പ്രതിനിധി അതിലൊരു ക്ലാരിറ്റി ഇവിടുത്തെ ആളുകൾക്ക് കൊടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ അതിനെക്കുറിച്ച് അറിയാനായിരുന്നു പങ്കെടുത്തത്. അല്ല, ഫ്രാൻസിസ് പറഞ്ഞു അത് പറഞ്ഞു. അതിനുശേഷം ഈ ചർച്ച രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് സർക്കാരിന്റെ പ്രതിനിധി പോവാണ്. ഇപ്പൊ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി. നമ്മൾ ഈ പ്രളയം ഉണ്ടായ സമയം മുതൽ അവിടെ ഡിവൈഎഫ്ഐക്കാരുണ്ടായിരുന്നു, യൂത്ത് ലീഗുകാരുണ്ടായിരുന്നു. എല്ലാവരും അന്ന് രാഷ്ട്രീയമില്ലാതെ സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ടാണ് ഇവിടെ നമ്മളെ രക്ഷാപ്രവർത്തനങ്ങളിലെല്ലാം നമ്മൾ സജീവമായി നിന്നത്. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം 28 ദിവസം ഈ മേപ്പാടിയിൽ താമസിച്ച് അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനം ഇപ്പൊ ഇവിടെ ഫ്രാൻസേട്ടൻ ഇവിടെ സൂചിപ്പിച്ചു, യൂത്ത് കോൺഗ്രസ് എന്തോ കട്ട് മുക്കി പുട്ടടിച്ചു. അതായത് ഒരു സർക്കാരിന്റെ പ്രതിനിധി വരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ കയ്യിലുള്ള 750 കോടി പോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ് 30 വീട് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞ് കേരളത്തിന്റെ ഓരോ മുക്കിൽ നിന്നും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പിരിവെടുത്തിട്ടല്ല. ഇവര് ഇന്നലെ നടത്തിയ പോലെ പിച്ചച്ചട്ടി കൊണ്ട് വാങ്ങിയതല്ല. ഞങ്ങളുടെ സഹപ്രവർത്തകർ വിവിധ ചലഞ്ചുകൾ നടത്തി കണ്ടെത്തിയ തുക, ആ തുകയുടെ സ്റ്റേറ്റ്മെന്റ് ഈ ചാനലിനടക്കം ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് കൊടുത്തിട്ടുള്ളതാണ്. കിട്ടിയ തുക കൃത്യമായി ഞങ്ങൾ സൂക്ഷിച്ചു വെച്ച് 30 വീടുകളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനം നടത്തുകയാണ്. അന്ന് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് 30 വീട് യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുമെന്നുള്ളതാണ്. അതിന് സർക്കാർ സ്ഥലം നൽകണമായിരുന്നു. ഞങ്ങൾ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ 500ന്റെ മേലെ ലിസ്റ്റുകൾ ആളുകളുണ്ട്, ഇത് അർഹരായിട്ടുള്ള ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ അതിലധികം വീടുകൾ ഇതുപോലെ വെച്ച് നൽകാൻ അന്ന് പലരും സന്നദ്ധ സംഘടനകളും പല ആളുകളും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് സ്ഥലം കണ്ടെത്തി കൊടുക്കാതെ ഇന്നും ഇരുട്ട് തപ്പുന്ന സർക്കാരിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ്. യൂത്ത് കോൺഗ്രസിന് ഇന്നും വീട് വെച്ച് കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടെ പറയട്ടെ. യൂത്ത് കോൺഗ്രസ് 30 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 30 വീട് യൂത്ത് കോൺഗ്രസ് വെച്ച് കൊടുക്കും. അതിന് ഒരു ഡിവൈഎഫ്ഐക്കാരനും പിച്ച തണ്ടേണ്ട ആവശ്യമില്ല. അന്ന് മാത്രമേ പറയുള്ളൂ. ഡിവൈഎഫ്ഐ പറഞ്ഞ 20 വീടുണ്ട്. അതും സാധാരണക്കാരായിട്ടുള്ള പല ആളുകളും CM-ന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ട് ആ അക്കൗണ്ടിലേക്കാണ് ഡിവൈഎഫ്ഐക്ക് വരെ തുക കൈമാറാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഡിവൈഎഫ്ഐ വെച്ച വീട് അതിന് ഒരു ക്ലാരിറ്റി അല്ല. ഡിവൈഎഫ്ഐ വെച്ച വീട് എവിടെയാണ് വെച്ചിട്ടുള്ളത്? എവിടെയാണ് വീട് വെച്ച വീട് എവിടെ? ഡിവൈഎഫ്ഐ കേരളത്തിൽ നിന്നാകെ ഈ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിരിച്ച തുക എന്ന് പറയുന്നത് 20 കോടി രൂപയാണ്. 25 കോടി രൂപയാണ് 25 വീട് വെക്കാമെന്ന് പറഞ്ഞ് 100 വീടിന്റെ പൈസയാണ് ഡിവൈഎഫ്ഐ കണ്ടത്. ആ പൈസ നൽകിയത് നിർമ്മാണ ഏജൻസിക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും 3 പേരടങ്ങുന്ന ആ ഫണ്ടിലേക്കാണ് കൈമാറിയത്. 88 ലക്ഷം രൂപ കൊണ്ട് 30 വീടുണ്ടാക്കുന്ന മാജിക്ക് ആദ്യമായിട്ട് വീണ്ടും പൈസ പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും പൈസ പിരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തൊരു മറുപടി പറയണ്ടേ? പറയാനുള്ളത് പറയില്ല. അവിടുന്ന് കേൾക്കുന്ന മാത്രമേ ഉള്ളൂ. അല്ല, ഇത്തരത്തിലേ ഞാൻ പറയുന്നത് സമയം തരില്ലേ? സാധാരണക്കാരെ വേദനിക്കുന്ന മനുഷ്യന്മാർ ഈ പറഞ്ഞതിന് മറുപടി പറയണ്ടേ? അതായത് പറയാൻ സമയം തരണം. ഈ ഒരു കാര്യത്തില് രാഷ്ട്രീയം കളിക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുകയോ അല്ല വേണ്ടത്. ഞങ്ങളെ പോലത്തെ എന്താ പറയാ നിസ്സഹായതയോടുകൂടി വീട് വിട്ടിറങ്ങിയ ആളുകളുണ്ട്. അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഭരിക്കുന്ന സർക്കാരിനാണ് ആണല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കുള്ള ഒരു ഭവനം, വീട് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, നിലവില് സർക്കാർ ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ നിലവിലുള്ളത് 410 വീടുകളാണ്. ആ 410 വീടുകളിൽ 104ഓളം ആളുകൾ സർക്കാരിൽ നിന്ന് 15 ലക്ഷവും അതോടൊപ്പം തന്നെ 2 മാസത്തെ വാടകയും മേടിച്ച് വന്നു. അതെന്തിന്റെ ഭാഗമായിക്കൊണ്ടാണ്? ഇവിടെയുള്ള മുസ്ലിം ലീഗും അതുപോലെ തന്നെയുള്ള സംഘടനകൾ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിക്കൊണ്ടാണ്. അതിലൊരു ചോദ്യം ചോദിക്കാനുള്ളത്, പുനരധിവാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് കൽപ്പറ്റയിൽ സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ ഭാഗമായിക്കൊണ്ട് 7 സെന്റ് സ്ഥലവും ഒരു വീടും അതാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിൽ കൽപ്പറ്റയില് മാർക്കറ്റ് വാല്യൂ, ആ ബൈപ്പാസിലെ മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ നിലവിൽ ഒരു 10 ലക്ഷം വെച്ച് കൂട്ടിയാൽ 10-15 ലക്ഷം ഇപ്പൊ അവിടെ വിലയുണ്ട്. 10 ലക്ഷം വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 7 സെന്റിന്
70 ലക്ഷം രൂപയായി. ആയി. അതോടൊപ്പം തന്നെ വീട് നിർമ്മിക്കുന്നത് 20 ലക്ഷം വെച്ചുകൊണ്ടാണ്. അങ്ങനെ വന്നാൽ ഒരു ഗുണഭോക്താവിന് ഏതാണ്ട് 1 കോടിയോളം രൂപയുടെ വീടും സ്ഥലവും കിട്ടേണ്ട ഇടത്ത് നിന്നാണ് അല്ല പറയട്ടെ ചോദിക്കാം നിങ്ങൾ അന്വേഷിക്കൂ, നിങ്ങൾ അന്വേഷിച്ചോളൂ മാധ്യമപ്രവർത്തകർ എന്ന നിലക്ക് ആ ആളുകളിൽ നിന്നാണ് അവിടെ നിന്നാണ് ഈ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇപ്പൊ മുസ്ലിം ലീഗ് ഏറ്റെടുത്തിട്ടുള്ള ഭൂമി മേപ്പാടിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് മുസ്ലിം ലീഗ് ഏറ്റെടുത്തിട്ടുള്ളത്. ആ ഭൂമിയിൽ നിലവിലെ മാർക്കറ്റ് വാല്യൂനെ കുറിച്ച് അവിടെ വലിയ ചർച്ച നടക്കുകയാണ്. നിലവിൽ 30,000-40,000 രൂപക്ക് അവിടെ ഭൂമി കിട്ടാനുണ്ട്. ആ ഭൂമിയാണ് 1.25 ലക്ഷത്തിന് ലീഗ് എടുത്തിട്ടുള്ളത്. അവിടെ ഒരാൾക്ക് ഇവിടെ നിന്ന് പോയിട്ടുള്ള ഒരാൾക്ക് വീട് വെക്കുകയാണെങ്കിൽ നിലവിൽ അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് 8 സെന്റ് സ്ഥലമാണ്. ആ 8 സെന്റ് സ്ഥലത്തിന് 8 ലക്ഷം രൂപ. ലീഗ് വെക്കുന്ന വീടിന് എത്രയാ? കയറി വന്നാൽ 10 ലക്ഷം രൂപ. അങ്ങനെ വന്നാൽ 20 ലക്ഷം രൂപയുടെ പ്രശ്നം. ഇതൊക്കെ പറയുമ്പോഴും കേന്ദ്ര സർക്കാർ ഒരു സഹായം ചെയ്തിട്ടില്ല. ഫ്രാൻസിന്റെ മറുപടി എനിക്ക് പറയാനുണ്ട്. ഫ്രാൻസിസേ, ഈ നിങ്ങൾ ഈ പറഞ്ഞതിന് ശേഷമൊക്കെ എത്രയോ വെള്ളം ഒലിച്ചു പോയിട്ടോ. അതൊന്നും നിങ്ങൾ ജനങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ ഇപ്പോഴും ആ നിന്നിടത്ത് തന്നെ നിൽക്കുക. ഞാൻ ചോദിക്കട്ടെ ഫ്രാൻസിസേ, ഫെബ്രുവരി മാസം 11-ാം തീയതി കൺസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് ബിൽഡിംഗ് റിഹാബിലിറ്റേഷൻ നെടുമ്പാല എസ്റ്റേറ്റിലും എൽസൺ എസ്റ്റേറ്റിലും കൂടി 111-ഉം 87-ഉം 198 കോടി സംസ്ഥാന സർക്കാരിലേക്ക് കിട്ടിയിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിന്റെ കിട്ടിയിട്ടുണ്ടോ? ഒറ്റൊന്ന് ഫെബ്രുവരി മാസം 11-ാം തീയതി ഫെബ്രുവരി മാസം 11-ാം തീയതി ശരി, ഇതെന്താ പറയാൻ സമ്മതിക്കാത്ത? നിങ്ങൾക്ക് റീഹാബിലിറ്റേഷന് വേണ്ടി, അതായത് അവിടെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി 198 കോടി രൂപ ഫെബ്രുവരി മാസം 11-ാം തീയതി കേന്ദ്ര സർക്കാർ തന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അത് അവര് പറയട്ടെ. ഒറ്റ രണ്ടാമത് അവിടെ അത് നിങ്ങൾ പറയണം ആ പൈസ എവിടെയെന്ന്. നിങ്ങൾ പുന്നപ്പുഴയില് 65 കോടി, ഫയർ ആൻഡ് റെസ്ക്യൂ 21 കോടി, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ചൂരൽമല 38 കോടി. സർക്കാർ ഫണ്ട് ട്രാൻസ്ഫർ എന്തായാലും എന്തായാലും ഈ മനുഷ്യന്മാർക്ക് ആവശ്യപ്പെടാനുള്ളത് അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് സുഗമമായി മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ്. അതിലെ രാഷ്ട്രീയ തർക്കം എന്തായാലും